ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണം സ്പെഷ്യൽ നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വളരെ ചെറുതായിട്ടാണ് മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നത്. മാങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിംഗ് ബോർഡിലോ കത്തിയിലോ ഒന്നും നനവുണ്ടാവാൻ പാടില്ല. നല്ല പോലെ തുടച്ചിട്ട് വേണം മാങ്ങ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിനി ആവശ്യമുണ്ടെങ്കിലും നമുക്ക് അച്ചാറിടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനി ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിപ്പോൾ ഒരു ഓവർ നൈറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ലപോലെ മൂത്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയിലായാലും വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 10-15 സെക്കൻഡോളം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കടുക് വറുത്ത് പൊടിച്ചത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് വിനീഗർ ചേർത്ത് കൊടുക്കണം. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓണാക്കി വെക്കരുത്, മാങ്ങയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. ഇനി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അച്ചാറിന് നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഒരുപാട് നാളിത് കേടുകൂടാതിരിക്കും. അതുപോലെ നനവ് തട്ടാതെ അച്ചാർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന മാങ്ങാച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്